ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യൊക്കെ മതിയാവും. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് റൈസിൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. പഴം നന്ന പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ല ഒരു ടേസ്റ്റ്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കൊരു മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്താലും മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. അപ്പോൾ ഒരു പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ്. പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഏലക്ക കൂടെ അതിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2-3 സ്ലൈസ് ബ്രെഡൊക്കെ എടുത്തിട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ ബ്രെഡ് സ്ലൈസ് ഒന്ന് 2-3 ബ്രെഡിന് പകരം ഒന്ന് 3 ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് കുഴച്ചെടുക്കുന്നതിന് മുമ്പേ ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂണ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ഇത് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ടി വരില്ല. നിങ്ങൾ അങ്ങനെ തന്നെ കുഴച്ചിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ ബ്രെഡ് പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് അഡീഷണൽ ആയിട്ട് പൊടിച്ചെടുക്കേണ്ടല്ലോ. നമ്മൾ ആ പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ അതിലൊന്ന് നമുക്കിത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഞാൻ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ നല്ല പോലെ തന്നെ ചൂടാകുന്ന സമയത്ത് നമുക്ക് ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഒരേപോലെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരേക്കും ഇതിങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് മിസ്സാവാതെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നാലും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് മിസ്സാവാതെ കിട്ടുകയുള്ളൂ.